എയർ ഇന്ത്യ വിമാനാപകടം, ഒരു മലയാളി ഉൾപ്പെടെ 130 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്ക്. ഇതിൽ പലരുടെയും നില ഗുരുതരമാണ്. ഗൾഫിലും ആശങ്ക. അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇതോടെ ഇവിടെ നിന്നും ഗൾഫിലേക്കും ഗൾഫിൽ നിന്ന് ഇവിടേക്കുമുള്ള യാത്രകൾ അനിശ്ചിതമായി നീളുമെന്നും യാത്രക്കാർ എയർലൈൻ അപ്ഡേറ്റുകൾ നിരീക്ഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. 232 യാത്രക്കാരും 12 ജീവനക്കാരും അടക്കം 244 പേരുമായി അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന വിമാനമാണ് തകർന്നു വീണത്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും യാത്രക്കാരിൽ ഉൾപ്പെടും. വിമാനത്തിലുണ്ടായിരുന്ന വിവിധ രാജ്യക്കാർ ഇവരാണ്: 169 ഇന്ത്യൻ പൗരന്മാർ, 53 ബ്രിട്ടീഷ് പൗരന്മാർ, 7 പോർച്ചുഗീസ് പൗരന്മാർ, ഒരു കനേഡിയൻ പൗരൻ. ഗൾഫിൽ നിന്നുള്ളവരൊന്നും വിമാനത്തിൽ ഇല്ലെങ്കിലും ഇവിടെയുള്ള പ്രവാസികളുടെ നിരവധി ബന്ധുക്കൾ അപകടത്തിൽപ്പെട്ടതായാണ് അറിവ്. മരിച്ചവരിൽ പത്തനംതിട്ട തിരുവല്ല പുല്ലാട് സ്വദേശിനിയും രഞ്ജിത ഗോകുമാറും ഉൾപ്പെടും. ഒമാനിൽ നഴ്സായിരുന്ന രഞ്ജിത പുതിയ ജോലിയിൽ പ്രവേശിക്കാനായി UK പുറപ്പെടുമ്പോഴാണ് അപകടം ഉണ്ടായത്. വിമാനത്തിലുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് 1805691444 എന്ന എയർ ഇന്ത്യയുടെ പ്രത്യേക ഹോട്ട്ലൈൻ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആണവായുധം കൈവശം വയ്ക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റ് അപകടകരമായ സ്ഥലമായേക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അമേരിക്കയിൽ നിന്നും ഇറാഖി എംബസി ഭാഗികമായി ഒഴിപ്പിക്കാൻ US തയ്യാറെടുക്കുകയാണെന്നും മേഖലയിലെ അപകട സാധ്യതകൾ വർദ്ധിച്ചതിനാൽ മിഡിൽ ഈസ്റ്റിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ വിട്ടുപോകാൻ സൈനികരെ അനുവദിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ട്രംപിന്റെ പ്രസ്താവനയെ തുടർന്ന് എണ്ണവില 4% കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ ഹജ്ജ് വേളയിൽ 18,70,000 തീർത്ഥാടകർ മഷായർ മെട്രോ ട്രെയിൻ വഴി യാത്ര ചെയ്തതായി സൗദി അറേബ്യൻ റെയിൽവേ. ദുൽഹിജ്ജ 7, അതായത് ഈ മാസം 3 മുതൽ തശ്രീഖ് ദിനങ്ങൾ അവസാനിക്കുന്നതുവരെ, അതായത് ഈ മാസം 9 വരെ മിന, മുസ്തലിഫ, അറഫ എന്നീ സ്റ്റേഷനുകൾക്കിടയിൽ 2154 യാത്രകളാണ് മഷായർ മെട്രോ ട്രെയിൻ പൂർത്തിയാക്കിയത്. അജ്മാനിൽ സന്ദർശക വിസയിലെത്തിയ കണ്ണൂർ സ്വദേശി ഹൃദയാഘാതം മൂലം അന്തരിച്ചു. മുണ്ടേരിച്ചാപ്പ ഈന്തുംകാട്ടിൽ ഫസലു ആണ് മരിച്ചത്. 41 വയസ്സായിരുന്നു. ഇനി പ്രവാസികൾ അറിയാൻ. വരുന്ന ജൂലൈ അവസാനം മുതൽ ദുബായിൽ പുതിയ ആരോഗ്യ നിയമം പ്രാബല്യത്തിൽ വരും. ജോലി, താമസം, ഡ്രൈവിംഗ് ലൈസൻസുകൾ എന്നിവയ്ക്കുള്ള പുതിയ ആരോഗ്യ നിയന്ത്രണങ്ങളാണ് പ്രാബല്യത്തിൽ വരുന്നത്. യുവാക്കളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം സംരക്ഷിക്കൽ, അവരുടെ ആരോഗ്യത്തിന് അപകടമുണ്ടാക്കുന്ന നെഗറ്റീവ് പെരുമാറ്റങ്ങളെ ചെറുക്കൽ, പ്രായമായവർക്ക് സമഗ്രമായ ആരോഗ്യ സംരക്ഷണം നൽകൽ, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിന്റെ അപകടങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികളെ പിന്തുണയ്ക്കൽ എന്നിവയുൾപ്പെടെ ദുബായിലെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ സമഗ്രമായ പുരോഗതി ലക്ഷ്യമിടുന്നതാണ് പുതിയ നിയമം. ഇതനുസരിച്ച് പ്രീ എംപ്ലോയ്മെന്റ് ടെസ്റ്റുകൾ, റെസിഡൻസി അപേക്ഷകൾ, ഡ്രൈവിംഗ് ലൈസൻസ് വിതരണം, പ്രൊഫഷണൽ ഡ്രൈവിംഗ് പെർമിറ്റുകൾ, പ്രൊഫഷണൽ ഹെൽത്ത് കാർഡുകൾ നൽകൽ എന്നിവയിൽ മാറ്റം വരും. തൊഴിൽ, താമസം, ഡ്രൈവിംഗ് ലൈസൻസുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ടെസ്റ്റുകൾക്കുള്ള നിയന്ത്രണങ്ങൾ, മാനദണ്ഡങ്ങൾ, നടപടിക്രമങ്ങൾ എന്നിവയിലും പുരോഗമനപരമായ മാറ്റങ്ങളാണ് നിർദ്ദേശിക്കുന്നത്.